ഹലോ ഫ്രണ്ട്സ്, തനിയാടൻകോടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നാടൻ കോഴി വളർത്തൽ തുടങ്ങി എന്നുള്ളത് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കാണാൻ പറ്റുന്നവർ കാണാം, ലെങ്ത്താണ്. അപ്പം ചിലപ്പോൾ ചിലവർക്ക് ചടയ്ക്കാൻ മതിയാവും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കണ്ടാൽ, അതായത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോയതെന്നുള്ളത് കറക്റ്റ് വ്യക്തമാവുകയും ചെയ്യും. ഇനി പുതിയതായിട്ട് ഒരാൾക്ക് തുടങ്ങാനും നിലവിൽ തുടങ്ങിയവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്നുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണുക, അല്ലാത്ത ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുക, അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പം ഞാൻ എങ്ങനെ നാടൻ കോഴി വളർത്തൽ തുടങ്ങിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഫുൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാടൻ കോഴി വളർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് 2005-2006 കാലഘട്ടത്തിലാണ്. അപ്പം അതിനും കുറച്ചും കൂടെ ഒരു 5-6 കൊല്ലം ബാക്കോട്ട്, അതായത് ഒരു 99-2000 ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തറവാട് വീട്, അതായത് ഇതാ തൊട്ട് വയ്യിൽ കാണുന്ന നമ്മുടെ തറവാട് വീട് അപ്പോൾ അതാ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടോ. അപ്പം തറവാടൊക്കെ പോയിട്ട് ചേർത്തി നല്ല വേറെ പുരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബാക്കിലൊക്കെ നമ്മളെ തറവാട് പോരാ. അപ്പോൾ അത് നമ്മളെ പ്രദേശം മുഴുവൻ കാടായി കിടക്കട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ, അതായത് വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് കളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്ന സ്ഥലമാട്ടോ ഈ ഒരു സ്ഥലം. ഇപ്പോൾ ഫുള്ള് കാട് കയറി, കണ്ടില്ലേ, ഫുള്ള് കാട് കയറി സെറ്റപ്പ് എന്താ പറയുക, ഒരു വന്യതായി മാറിയിട്ടുണ്ട്. അതിനപ്പുറം ഇവിടെ നല്ലോണം കാട്ടുമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാനും കോയിനെ പിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ കുടുങ്ങിയിട്ടില്ല, നമ്മളതിനനുസരിച്ചാണ് വളർത്തുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 98-99-2000 ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തറവാട്ട് വീട്ടിൽ കോഴികളുണ്ടായിരുന്നു. നമ്മളെ, അതായത് അച്ഛൻ്റെ അച്ഛമ്മ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ മുത്തശ്ശി അങ്ങനത്തെ ആയിരിക്കും പറയാം, അറിയില്ല, നമ്മളിവിടെ അച്ഛമ്മ എന്ന് പറയും. അപ്പോൾ നമ്മളെ അച്ഛമ്മയുടെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഇവിടെ വീടിൻ്റെ വയ്യിൽ വമ്പനൊരു വലിയ മാവുമാരുണ്ടായിരുന്നു. വമ്പൻ മാവ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കൊന്നും പിടിച്ച ഘട്ടത്തിൽ വലിയ മാവാണ്. അപ്പോൾ ഈ മാവിൻ്റെ മുകളിലേക്കാണ് ഈ കോഴികൾ ചേക്കേറുക. അതായത് കൂടെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൂട്ടിൽ കയറാൻ ഭയങ്കര മടിയാണ്. പക്ഷേ അത്രയും ടോപ്പിൽ കയറുന്നത് കൊണ്ട് തന്നെ ഈ പൂച്ച, കുറുക്കൻ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല. ഈ രാത്രി എന്തെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറി വരുന്ന ഈ നമ്മളെ ഈ പട്ടിക്കടു പറഞ്ഞ സാധനമുണ്ട്, ആ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ രാത്രി ഒച്ചപ്പാടൊക്കെ കേൾക്കും. അതായത് ഈ കോഴികൾ മരത്തിന് മുകളിൽ കയറിക്കുമ്പോൾ ഈറ്റിലൊക്കെ ഒരു 2 മണി 3 മണി സമയമൊക്കെ ആകുമ്പോൾ വരും. കോഴിനെ പിടിക്കാനൊന്നും കിട്ടില്ല, കോഴി പാറിപ്പോവും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലിമ്മായിട്ട് ചെറിയ കോഴികളേക്കും, അതായത് ഒരു 10-12 മുട്ടയിടുന്ന കോഴികളുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കരിയിലക്കോഴി എന്ന് പറഞ്ഞ സംഗതി ഞാൻ, അതായത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലട്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്താണെന്നുള്ളത് പറയിപ്പിക്കാമായിരുന്നു, കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറം, കോഴിക്കോട്, ഈ വയനാട് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ ഈ കാട്ടുകോഴിക്കായിട്ട് എന്തോ സംഗമിച്ചിട്ടാന്ന് തോന്നുന്നത് ഈ കരിയിലക്കോഴി എന്ന് പറഞ്ഞ കോഴി ഉണ്ടായിരുന്നു. ഈ വിശറിവാലൻ എന്ന് പറയുന്ന കോഴിയും ഇത് തന്നെയാണെന്ന് എനിക്ക് വളരെയധികം ഡൗട്ടുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മളെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള തലശ്ശേരി നാടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതൊരൊറ്റ തന്നെയായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ തലശ്ശേരി നാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂവൊക്കെ ഭയങ്കര വലുപ്പം കൂടുതലാണ്. ഈ നാടൻ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്, പക്ഷെ ഒക്കത്തിലും നാടൻ എന്നാ പറയുക, നമ്മൾ ഈ പാമ്പ് എന്ന് പറയും പോലെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധാരണ ഒരു ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ തലശ്ശേരി നാടൻ അത്ര മാത്രമേ ഉള്ളൂ. ഈ അറുപതാം കോഴി ആ ഒരു ടൈപ്പ് തന്നെ ഉള്ളൂ. പക്ഷെ അതായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനേ കിട്ടില്ല. പൂവൻ കോഴികളൊന്നും നമുക്ക് ഒരു രക്ഷയില്ല. ഒരു വിധം പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 2 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ എന്താ പറയുക കാട്ടുകോഴിയുടെ അതേ സ്വഭാവമായിരിക്കും. പിടിച്ചാൽ കിട്ടില്ല, പിടിച്ചാൽ കിട്ടില്ല. നമ്മളൊക്കെ കുറേ ഓടിയിട്ടുണ്ട്. ഈ മാവിൻ്റെ മുകളിലൊക്കെ ഈ പറഞ്ഞ മാതിരി കോഴിയൊക്കെ കയറുമ്പോൾ ഞാനാണ് ചെല്ലുക. ഞാൻ ചെന്നിട്ടാണ് പകുതിയോളം കയറിയിട്ട് കോലോണ്ടൊക്കെ തട്ടിയിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊക്കെ താഴത്തെ കൂട്ടിലേക്ക് ആക്കുക. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ ആ ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ നമ്മളെ കോഴികൾ ഏതാണെന്നുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മുട്ടക്കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുട്ടക്കോഴി ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുട്ടക്കോഴിനെ വാങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവന്മാരെ വാങ്ങും. പൂവന്മാരെ വാങ്ങിയിട്ട് ഒരുവിധം വലുപ്പത്തേക്കും നമ്മൾ ആവശ്യത്തിന് കഴിക്കും. ഈ ക്രോസിംഗ് ഒന്നും നടത്താൻ സമ്മതിക്കില്ല. അപ്പം ആ ഒരു കോഴി എന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ആ കോഴികൾ ഏതോ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പം അച്ഛമ്മ എന്താ പറയുക, ഈ കോഴികളൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത് നിന്ന് നമ്മുടെ കുറച്ചപ്പുറത്തേക്ക്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മളുടെ അച്ഛൻ്റെയൊക്കെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുറച്ച് കോഴികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ പെറ്റുപെരുക്കുണ്ടായി. അപ്പോഴത്തേക്ക് ഒരു 2005-2006 കാലഘട്ടമായിട്ടോ. അപ്പോഴാണ് എനിക്കിങ്ങനെ വീടിനടുത്ത് കോഴികളുണ്ട്. അപ്പോൾ അത് ഈ 60 ടൈപ്പുള്ള കോഴികളാണ്.
അപ്പോൾ ഞാൻ നമ്മളെ കയ്യിൽ നിന്ന് പോയ കോഴിയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ കോഴിനോട് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. എന്താ വെച്ചാൽ അറുപതൊക്കെ ഉരുണ്ടിട്ടൊക്കെയുള്ള ഒരു കോഴിയാണല്ലോ. ഇതെൻ്റെ നമ്മളെ ആ ചിത്രം മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ട്. കോഴിനൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ട ശരം വിട്ട മാതിരി പറക്കണ രൂപം. അപ്പം മെലിഞ്ഞാണ്ട് കാട്ടുകോഴിൻ്റെ മാതിരി. അപ്പോൾ ഞാൻ ഇത് ഒരു അച്ഛൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോയപ്പം അവിടെ നിന്ന് തന്ന കോഴിയാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 2 കോഴിനെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ 2 കോഴിനെ തന്നിട്ടോ. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം തന്നത് ചെറുത്. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി ഒന്ന് ജസ്റ്റ് വലുതാക്കിയപ്പോൾ ഒരുപാട് കോഴികളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്ത് ഈ കോഴിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് വെച്ചാൽ കൃത്യമായി എനിക്കറിയില്ല. നമ്മൾ കൂട്ടിടുന്ന അച്ഛന് അമ്മയ്ക്കാണ് കാര്യമായിട്ട് നോക്കുന്നത്. പിന്നെയാണ് നമുക്ക് ഇതിനോട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നു തുടങ്ങി. കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നോക്കാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി അറിയില്ല. ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, കോഴി വിരിയും, വലുതായി കോഴി വിരിയും, നമ്മൾ പുറത്തിറക്കി വിടും. സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഒരു 10 കോഴിക്കുഞ്ഞുങ്ങൾ 5 6 ഉണ്ടാവുള്ളൂ. ഈ പ്രാപ്പിടിയൻ ഇർലാട്ടി അങ്ങനെ സാധനങ്ങളൊക്കെ കാക്കയൊക്കെ പിടിച്ചുകൊണ്ടുപോകും. പൂച്ച പട്ടി അത് ഇവിടെ പിടിക്കില്ല കേട്ടോ. അത് നമ്മളിവിടെ നാട്ടിലെന്താ അറിയില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പൂച്ചയും പട്ടിയൊക്കെ കോഴിനെ പിടിക്കുന്നില്ല. നമ്മുടെ ഈ നാട്ടിൽ എൻ്റെ വീട്ടിൽ അതായത് ഇത്ര വർഷത്തോളം ഞാൻ പോയിട്ട് നമ്മുടെ ഇവിടെ ഉള്ളത് പുറത്തുനിന്ന് വരുന്ന നായ്ക്കളുണ്ട്. അതായത് തെണ്ടി തിരിഞ്ഞെടുന്നെങ്കിലൊക്കെ വരുന്നത്. അങ്ങനത്തെ 1 2 നായ്ക്കൾ നമ്മളെ കോഴികളെ പിടിച്ച് നല്ലാതെ നമ്മളീ ചുറ്റുപാടുള്ള വീട്ടിൽ വളർത്തുന്നത് അങ്ങനത്തെ ഒരു പൂച്ചയോ നായോ ഇന്ന് വരെ കോഴിനെ പിടിച്ചിട്ടില്ല കേട്ടോ. പൂച്ച പ്രത്യേകിച്ച് പൂച്ചക്കുഞ്ഞിങ്ങനെ നോക്കി ജസ്റ്റ് നോക്കി അത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെ പൂച്ച നമ്മളെ കോഴികളെ പിടിച്ചിട്ടേ അല്ല. മറ്റുള്ളടത്തുണ്ടോ അറിയില്ല, ഉണ്ടായിട്ടും ഉണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ എന്താ പറയുക കോഴികളെണ്ണം കുറയും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ 2 3 4 മാസം ആകുമ്പോഴത്തേക്ക് 1 2 ഉണ്ടാവുകയുള്ളൂ. പിന്നെയാണ് നമ്മളിങ്ങനെ കാര്യം ശ്രദ്ധിക്കില്ല. അങ്ങനെ പോയി കോഴികളൊക്കെ 5 8 10 കോഴികളൊക്കെ ആയി. ആ കോഴികൾ അത്യാവശ്യം വലുപ്പമൊക്കെ ആയപ്പോൾ തന്നെ മുട്ടലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കും. പറഞ്ഞ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കും. കുടുംബക്കാരൊക്കെ ചോദിച്ചാൽ പൈസ ഇല്ലാതെ തന്നെ നമ്മൾ വെറുതെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിൻ്റെ പുറത്ത് അങ്ങനെ വളർത്തി പിന്നെ ഒരു 2009 2010 കാലഘട്ടമായപ്പം ഞാൻ വിചാരിച്ചത് കുറച്ചൊന്ന് വിപുലീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്താ വെച്ചാൽ അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പം എന്ത് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ഈ പല കോഴിക്കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ കൂട്ടിലടച്ചിട്ട് വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ റിങ്ങൊക്കെ ഉണ്ടാക്കി അന്ന് തന്നെ ഉണ്ടാവും. ചെറിയ കൊട്ടയായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഈ കൊട്ട കഴിഞ്ഞാൽ ഉള്ളിൽ ഇരുട്ടായിരിക്കും, അങ്ങനെ വെളിച്ചൊന്നും കയറില്ല. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പുറത്തൊന്നും കിട്ടില്ല. തുറന്ന് വിടുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഓടിക്കാറും. അതാണ് ഈ പ്രശ്നം ഈ കൊട്ടയുടെ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വല വാങ്ങിയിട്ട് വട്ടത്തിലൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനകത്തൊക്കെ ഇട്ട് നോക്കിയപ്പം കോഴിക്കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല. പിന്നെ വെച്ചാൽ ഈ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ എന്താ വെച്ചാൽ ഫുഡിൻ്റെ വളരെ പ്രശ്നമായിരുന്നു. ഈ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ പുറത്തയച്ചു വിട്ട് വളർന്നുകൊണ്ട് കല്ലും മണ്ണും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ തിന്ന് വളരുമ്പോൾ ഡൈജഷൻ കറക്റ്റ് നടക്കുകയും ചെയ്യും. ഈ ദഹനക്കേട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ വേഗം വളരും. നമ്മൾ കൂട്ടിലിട്ട് വളർത്തിയപ്പം ഈ കോഴികൾക്ക് എന്താ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് കൊടുക്കുന്നത്, അരി കൊടുക്കുന്നത്, സ്റ്റാർട്ടഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഗോതമ്പൊക്കെ പൊടിച്ച് അങ്ങനത്തേലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിവർ കഴിക്കും. പക്ഷേ ഈ ഡൈജഷനായിട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഇവർ പുല്ലൊന്നും അങ്ങനെ അരിഞ്ഞിട്ട് വേണം കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴികളെ വളർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റിങ്ങിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ 2 ദിവസം പുല്ലുണ്ടാവും. അത് കഴിഞ്ഞാൽ പുല്ലൊന്നും ഉണ്ടാവില്ല. ഒക്കെ വടിച്ച് ക്ലീനാക്കി മരുഭൂമി പോലെ ആക്കി തരും. അങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. ഇനി ഫൈബർ കണ്ടൻ്റൊക്കെ ഉണ്ടായാലും ഇവർക്ക് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ അങ്ങനെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി. ഒരു 10 25ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് നമ്മൾ പിന്നെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഈ അയച്ചു വിടില്ല. നമ്മളുള്ള സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ കോഴികളെ അയച്ചു വിടും. അപ്പോൾ അവരെ വയ്യെ പോകും. അപ്പോൾ അവർ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്ത് പിന്നെയും കുറച്ച് മുന്നോട്ട് പോയപ്പം എൻ്റെ ഒരു 10 കോഴിയോളം ഉണ്ടായിരുന്നു. ഈ 10 കോഴിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്ത് ഒരു 10 15 മുട്ട വെച്ച് അങ്ങനെ ഒരു 10 105ഓളം കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിട്ടോ. വലിയ കൂടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ കൂടും കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് വീഡിയോ. പക്ഷേ അതിനേക്കാളും വലിയൊരു കൂടുണ്ടായിരുന്നു. പകുതി ആയപ്പോഴാണ് ആ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആ കൂട്ടിനകത്ത് തന്നെ 8 കുഞ്ഞുങ്ങളെ വളർത്തി. പറഞ്ഞ തന്നെ അരിയും ഗോതമ്പും കൊടുക്കും, വേറൊന്നും കൊടുക്കില്ല. ഒരു ആഴ്ചയോളം 10 ദിവസത്തോളം കുഞ്ഞുങ്ങൾ അത്യാവശ്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചാവാൻ തുടങ്ങി. ചത്ത് 105ഓളം കുഞ്ഞുങ്ങളുള്ള കൂടെ 6 7 കോഴിക്കുഞ്ഞുങ്ങളായി. അത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അത് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം എന്ന് തന്നെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് അടുത്ത തവണയും വിരിയിച്ച്. അപ്പം ഈ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളും പറഞ്ഞ മാതിരി തന്നെ ഞാൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ ആരും ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളും ചെയ്യില്ല. നമുക്കതിന് കൃത്യമായിട്ട് അന്ന് ഫോണൊന്നുമില്ല. C1 C2 അതുപോലെ തന്നെ 11 അങ്ങനത്തെ ഫോണൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഇപ്പോഴാണല്ലോ നല്ല സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു സ്വന്തമായിട്ട് ഈ കോഴികളെ അയച്ചിട്ടപ്പോഴുള്ള ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് മുട്ടത്തോട് പൊടിച്ചതും, അതായത് കുഞ്ഞുങ്ങൾക്കല്ല കേട്ടോ, ചെറിയ കുഞ്ഞുങ്ങളായ സമയത്ത് അരി നുറുക്ക് അതുപോലെ തന്നെ നമ്മളെ മുത്താറി ഈ പച്ചരിയൊക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തും ഗോതമ്പ് ക്രഷ് ചെയ്തും പൊടിച്ചിട്ട് പൊതിർത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ അങ്ങനെ കൊടുക്കും. പിന്നെ കൃത്യമായിട്ട് പുല്ല് അരിഞ്ഞ് കൃത്യം കൊടുക്കും. എന്നും 2 നേരം വെച്ച് നല്ലോണം പുല്ലെടുത്ത് കൊടുക്കും.
അപ്പോൾ എന്ത് ചെയ്തു, കോഴിക്കുഞ്ഞുങ്ങൾ അത്യാവശ്യം അതായത് ഒരു 10 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൊന്താൻ തുടങ്ങി, മനസ്സിലായി. പിന്നെയാണ് ഈ കോഴിത്തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, കോഴിത്തീറ്റയൊക്കെ വാങ്ങി കൊടുക്കാൻ തുടങ്ങിയപ്പം അടിപൊളിയായിട്ട് വളർന്നുണ്ട്. പിന്നെ വെച്ചാൽ ഈ കോഴിത്തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികളെല്ലാവരും പറയും ഈ എന്താ പറയുക അമിത വളർച്ച അങ്ങനെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ കൊടുക്കുന്ന സമയത്തുണ്ടാവും, അതുണ്ടാവും. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട് അതിന് കൊടുക്കുന്ന കണക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി വളർത്തി, അവിടെ വലുതാക്കി കഴിഞ്ഞാൽ അവൻ അമേരിക്കൻ, നമ്മൾ പറച്ചിലുകൊണ്ട് അമേരിക്കൻ കുട്ടിയായിരിക്കും, പക്ഷേ അവൻ കേരളത്തിലെ കുട്ടീനല്ലേ. അപ്പം വെച്ചാൽ അവൻ മലയാളീൻ്റെ സ്വഭാവം എന്തായാലും കാണിക്കും, അത് 100% ഉറപ്പല്ലേ. അവിടുന്ന് ഒരു കുട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടുത്തെ സ്വഭാവം എന്തായാലും കുട്ടി കാണിക്കും, അതല്ലേ നിറത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ചൈന, ജപ്പാനിൽ എവിടെ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഈറ്റിങ്ങൾ നമ്മളെ ഈ നാടൻ കോഴിൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും. ഒരിക്കലും പൊരുതാതിരിക്കുക അങ്ങനെയൊന്നുമില്ല, പൊരുതാതിരിക്കും. അതെന്ന് വെച്ചാൽ നാടൻ കോഴി 100 ഉണ്ടെങ്കിൽ ഒരു 5-8 ചിലത് പൊരുതാതെ ഉണ്ടാവും. മുട്ടയിട്ടിട്ട് ഇങ്ങനെ മുട്ടയിട്ട് കൊടുക്കും, ഒരു ബ്രേക്ക് വരും, അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികം. പക്ഷേ കോമൺ ആയിട്ടുള്ള, അതായത് ഈ മനുഷ്യന്മാരിൽ തന്നെ ഉണ്ടില്ല ഈ വികലാംഗരായ കുട്ടികളുണ്ട്, പിന്നെ ഈ എന്താ പറയുക ഈ കുട്ടികളുണ്ടാവാത്ത ആണുങ്ങളുണ്ട്, അതല്ല കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആണുങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകൾ, പ്രഗ്നൻ്റ് ആവാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യസഹജമായ എന്താ പറയുക ഇത്രയും കൂടി ഇതുണ്ടാവുമ്പോൾ അതിനകത്ത് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാരുണ്ട്, അതൊന്നും ആരും ദോഷവും കുറ്റമൊന്നും അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു സൃഷ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഈ കോഴികളുടെ കാര്യത്തിലും. കുറേ മുട്ടയിടുന്നുണ്ടാവും, കുറേ മുട്ടയിടാത്തുണ്ടാവും, കുറേ മുട്ടയിട്ട് കൊടുക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്കൊരു കോമൺ ആയിട്ടുള്ളൊരു രൂപം അതുപോലെ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 800 to 1 കിലോൻ്റെ ഇവിടെ എല്ലാം പടക്കുട്ടികളുണ്ടാവും, വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ പൂവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോയ്ക്ക് താഴെ, ഒരു 750 മുതൽ താഴോട്ടുള്ള വെയിറ്റിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 കുഞ്ഞിനുണ്ടായി കഴിഞ്ഞാൽ ഒരു 85 കിട്ടുകയുള്ളൂ, അത് 100% ഉറപ്പാണ്. ഒരു 15 കുഞ്ഞുങ്ങൾ എന്തായാലും മോർട്ടാലിറ്റി ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ 100 വിജയിപ്പിച്ചെടുക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലേ നമ്മൾക്കത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാം എന്തായാലും ഇപ്പോൾ അത്രയൊക്കെ ചത്തുപോകും, അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട, എല്ലാവർക്കും എങ്ങനെയാണ് ഒരു മടുപ്പാണ് മെയിനായിട്ട് വരിക. പക്ഷെ നമ്മൾ ആദ്യം ഈ ഒരു കോമൺ ലോജിക്ക് നമ്മൾ എന്തായാലും മനസ്സിൽ വേണം, ഇത്രണ്ണം വളർത്തുമ്പോൾ ഇത്രണ്ണം എന്തായാലും ചത്തു പോകുന്നില്ല. അപ്പോൾ ബാക്കിനെ നമ്മൾ കറക്റ്റ് കെയർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക, അതാണ് മെയിനായിട്ട് വേണ്ട കാര്യം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഏകദേശമൊക്കെ സെറ്റപ്പായി മനസ്സിലായപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ മനസ്സിലായി തുടങ്ങി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊണ്ടുവന്നപ്പം കോഴികൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു കോഴിക്ക് ഒരു 10-15 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു 13 നമുക്ക് കൃത്യം കിട്ടാനുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ഫുഡും കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം തൊട്ട് ഞാനൊരു 150 കുഞ്ഞുങ്ങളെ വിരിയിച്ചപ്പം എനിക്കൊരു 145 കറക്റ്റ് കുഞ്ഞുങ്ങളെ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വന്നു. പിന്നെ എന്ത് മെയിൻ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകുന്ന പ്രശ്നമുണ്ട്. അത് ചില സീസൺ സമയങ്ങളിലൊക്കെ അത് കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം, അല്ലാതെ നമ്മളെ കൂടിൻ്റെയോ മറ്റെന്തിൻ്റെയോ പ്രശ്നം കൊണ്ടോ കാര്യങ്ങളല്ല. ഈ മഴ തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകും കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ മൂടി ചീൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും, അതുണ്ട്. അത് ആക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറിയിരിക്കും. ചില ബാച്ചിനൊക്കെ ചില കംപ്ലൈൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ടൈമിൽ ഇഷ്ടംപോലെ കോഴികളുണ്ടായിട്ട് അടുത്ത ടൈമിൽ വരുമ്പോൾ അതൊക്കെ ചത്തുപോകും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ചടക്കുകയോ മാനസികമായിട്ട് തള്ളുകയോ ചെയ്യരുത്, അത് അതിൽ കോമൺ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ മഴക്കാലത്താണ് തോന്നാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ മഴക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ വളരെ കൂടുതൽ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഈർപ്പം തട്ടിയിട്ട് അതുപോലെ തന്നെ പല ഈ ബാക്ടീരിയകളൊക്കെ കുറച്ച് ജീവൻ വെക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഓവർ വേനലാകാത്ത ഈ സമയങ്ങളില്ലേ, ആ സമയങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഒരു ഇളം ചൂടുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ കുറയുക, അതുപോലെ തന്നെ കൂടൊക്കെ നല്ല ക്ലീൻ ആൻഡ് വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ത്വരിതമായ ലെവലിൽ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് വരും. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ അത്യാവശ്യം എന്ന് പറയുമ്പം ഈ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പഠിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കൂട് പലയൊക്കെ അടുപ്പിച്ചടിക്കുമ്പോൾ കാട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പല അമോണിയ അതുപോലത്തെ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു മനുഷ്യനെ പോലെ തന്നെ കരുതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത്. നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ, ബിസിനസ്സായിട്ടെന്നല്ല, ഒരു ജീവി, അതായത് വെറും ജീവിയല്ല, ഒരു നല്ല എന്താ പറയുക, നമുക്ക് ഒരു പെറ്റായിട്ടല്ല നമ്മൾ കറക്റ്റ് കുറേ ആൾക്കാർ കാണുന്നത്. കുറേ ആൾക്കാർ ബിസിനസ്സായിട്ട് കാണുന്നത്, എങ്ങനെയും കാണാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണം, അതാണ് ഏറ്റവും ബെറ്ററായിട്ട് വേണ്ടത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൗകര്യം എന്താണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഏറ്റവും മെയിനായിട്ട് ഒരു ബ്രീഡർ ചെയ്യേണ്ട കാര്യം. ഒരു കോഴി അവരെന്താണോ വേണ്ടത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്, അല്ലാതെ നമ്മളെ സിറ്റുവേഷൻ, അതായത് നമ്മളിപ്പോൾ ഇടുങ്ങിയ കൂട് അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർക്ക് സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ കോഴികളുടെ ഈ അഗ്രസീവ് സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് നല്ലോണം പച്ച പിടിക്കാൻ ഷുവറായിട്ട് പറ്റും. നേരെ മറിച്ച് ഒരു
20-25ഓളം കോഴിയുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു കുഴപ്പമില്ല, അത്യാവശ്യം വരുമാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാക്കും. നമ്മളെന്താ വെച്ചാൽ അതിൻ്റേതായ രീതി വളർത്തണം. അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളക്കാരാണ് കൂടുതൽ അടച്ചിട്ട് വളർത്തും. അപ്പം തീറ്റയ്ക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ വരും, നഷ്ടമായി പോകും. അയച്ചിട്ട് വളർത്തണം എന്നുള്ളൊരു സൗകര്യം വേണം. എന്താ വെച്ചാൽ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടുകാർ കോഴിനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10 സെൻറ്റിലൊക്കെ ഫെൻസിങ് പോട്ട് അതിനകത്തൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് അവർ ചെയ്യാം. അപ്പം അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അയച്ചിട്ട് വളർത്താൻ സൗകര്യമുള്ളവർക്ക് അയച്ചിട്ട് വളർത്താം. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ, പറമ്പ് റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ. അപ്പോൾ അയച്ചിട്ട് വളർത്താൻ പറ്റും. പക്ഷേ ഈ അയച്ചിട്ട് വളർത്തുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കീരി, കാട്ടുപൂച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കോഴി കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ കുറച്ചൊരു കരുതൽ വേണം. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാമെന്നല്ല, അത്യാവശ്യം സ്ഥലമുള്ള ഒരാളാണെങ്കിൽ കുറച്ചൊരു പൈസ മുടക്കുക. അതായത് വെറുതെ കോഴിനെ വാങ്ങി കൂട്ടിയിട്ടല്ല, നിലവിലുള്ള അവനാൻ്റെ സ്ഥലത്ത് മറ്റ് ജന്തുക്കൾ കയറുക. ഒരു 10 സെൻറ്റോ 5 സെൻറ്റോ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു ഫെൻസിങ് തമിഴ് തന്നെ പറയുന്നത്, ഫെൻസിങ് ഇടുക. ഫെൻസിങ് അത്യാവശ്യം നല്ല റൗണ്ടിൽ ചെയ്ത് വെക്കുക. അതിന് ഗ്രീൻ നെറ്റൊക്കെ വെച്ച് മറക്കുക, ഒന്നും കയറാതെ. ഉള്ളിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ചെറിയൊരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു 5-10 കോഴിനെ ഉള്ള വളർത്തുക. കുഞ്ഞുങ്ങളെ വളർത്തേക്ക് ഏറ്റവും ബെറ്റർ. ഈ വലിയ കോഴികൾ പെട്ടെന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളിലാക്കി വരുമാനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് എല്ലാവരും ചെയ്യാം. അത് വെറും മണ്ടത്തരാട്ടോ. അതായത് വലിയ കോഴിനെ വളർത്താൻ സുഖമാണ്, പക്ഷേ കുറച്ചായിട്ട് കഴിയുമ്പോൾ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒക്കെ അടിച്ചു പോകും. ഏറ്റവും നല്ലൊരു 5-10 കുഞ്ഞുങ്ങളെ വാങ്ങുക. പൂവനോ പേടെ എന്തോ ആയിക്കോട്ടെ, ഐറ്റിങ്ങളെ വളർത്തി കൂട്ടിലിട്ട് പല തിന്നാനും കൊടുക്കുക. കുറച്ച് രോഗങ്ങളൊക്കെ വരേറ്റി കൊടുക്കുക. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്ന് അയച്ചു വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ ആയിട്ടുള്ള ആ കൂടായിട്ടും ചുറ്റുപാടായിട്ട് സെറ്റായി വരുമ്പോൾ അതിനകത്തുനിന്ന് വിപുലീകരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. എന്നുവെച്ചാൽ ആ സാഹചര്യമായിട്ട് എഴുകി ചേർന്ന കോഴികളാകുമ്പോൾ ആളുള്ള കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ വയനാട്ടിൽ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പാലക്കാട് നിന്ന് കോഴിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാലക്കാട് ചൂടല്ലേ, അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, തണുപ്പ് കൂടുമ്പോൾ കോഴികൾക്ക് അസുഖം കൂടും. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള തണുപ്പുള്ള പ്രദേശത്ത് നിന്ന് കോഴിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പാലക്കാട് ഇങ്ങോട്ട് താഴത്തെ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ വ്യത്യാസ കാലാവസ്ഥയാണ്. അപ്പോൾ കോഴിക്കനുസരിച്ച് അസുഖം വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ വിഷയമല്ല. ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ത്വരിതപ്പെടുത്താൻ കഴിയില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുക്കും. ഡേയുള്ള കുഞ്ഞുങ്ങളെ കാര്യമല്ല കേട്ടോ പറയുന്നത്, 1 മാസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ആ ലൈറ്റിൻ്റെ ചൂട് കൊണ്ട് എന്ത് ചെയ്യും, ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അങ്ങനെ കുറച്ച് വലുതാണനുസരിച്ച് ആ ചുറ്റുപാടായിട്ട് അവർ കറക്റ്റായിട്ട് മിങ്കിളായിട്ട് പോകും. അത് ഏറ്റവും ബെറ്റർ. വലിയ പൂവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഫക്കെട്ട് വരും. ഈ പൂവന്മാർക്കൊക്കെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ കൂവലിൻ്റെ സ്ട്രെങ്ത്ത് അത് കുറയും. അത് കഴിഞ്ഞാൽ പിന്നെ കഫം എന്നറിയും. കുറച്ച് കഴിയുമ്പോൾ തീറ്റ എടുക്കാതാവും, തട്ടിപ്പോവും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എല്ലാവരും മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, എല്ലാവർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു പാഷനായിട്ട് എടുത്ത് ചെയ്യുക, എന്നിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു ഇത്. എന്നുവെച്ചാൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഒരിക്കലും ഒരാളെ കളിയാക്കാലോ അതുകൊണ്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇറങ്ങിത്തിരിക്കണം. അത് നമുക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 100% വിജയിക്കാൻ പറ്റും. അതിന് വെച്ചാൽ ഈ തമിഴ്നാട്ടുകാർ ചെയ്യുന്ന യൂട്യൂബിൽ കുറേ ഉണ്ട് കേട്ടോ. അവർ ചെയ്യുന്ന ചുറ്റുപാടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ MBA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിള്ളേരാണ്, കുട്ടികളാണ് കേട്ടോ കൂടുതലായിട്ടും ഈ ഇതുപോലത്തെ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്ക് മടിയാണ് ചെയ്യാൻ. പുറത്ത് പോയി കഴിഞ്ഞാൽ, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂം ക്ലീനിങ് വരെയുള്ള ജോലി ചെയ്യും കേട്ടോ. മറ്റ് നല്ല ജോലി ചെയ്യില്ല എന്നല്ല പറയുന്നത്, കോമൺ. അതായത് ഇവിടെ ചെയ്യൂല അവിടെ ചെയ്യുന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുപോലൊക്കെ ചെയ്താൽ സുഖമായിട്ട് നമുക്ക് രക്ഷപ്പെടാവുന്ന മാർഗ്ഗങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അതൊരു നല്ലൊരു ബിസിനസ്സായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാഹചര്യം ചെയ്യണം. അല്ലാതെ ഈറ്റിങ്ങളെ ഈ ചെറിയൊരു സൗകര്യത്തിലിട്ടിട്ട് ഇടിയ സ്ഥലത്തിട്ടിട്ട് ഒരുപാട് തിന്നാനും കൊടുത്ത് വളർത്തിയിട്ട് ഒരു കാര്യമില്ല. അത് വെറുതെയാണ്. അപ്പോൾ അത് നഷ്ടങ്ങളേ ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ ചുറ്റുപാട് ഓടി നടക്കാനുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെ നോക്കിയിട്ട് ഞാൻ നമ്മളെ ഒരുപാട് വീഡിയോസ് കണ്ടതിലും ഏറ്റവും ബെറ്ററായിട്ട് തോന്നി കഴിഞ്ഞാൽ നമ്മളെ പന്തളത്തുള്ളൊരു അച്ചായനുണ്ട്, തോമസ് അച്ചായൻ അങ്ങനത്തെ പേര്. അവർ ചെയ്യുന്നുണ്ടല്ലേ, അയാൾ കൃത്യം തമിഴ്നാട്ടുകാർ ചെയ്യുന്ന രീതിക്ക്. പക്ഷേ അതിനനുസരിച്ച് അയാൾക്ക് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. റേറ്റ് കാര്യങ്ങൾ ഓവർ റേറ്റ് ആണോ എന്തോന്ന് അറിയില്ല, കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതറിയില്ല. അത് ഓരോരുത്തർക്ക് അവരവരുടെ കോഴിനെ അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം. വാങ്ങണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് അത് വാങ്ങുന്ന നമ്മളാണ്. അപ്പോൾ അവരൊക്കെ വളർത്തുന്ന രീതി ഉണ്ടല്ലേ, അതുകൊണ്ട് മൂപ്പർക്ക് നല്ല മെച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുമല്ലോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റൈലിൽ വളർത്തിയിട്ട് അത്യാവശ്യം നല്ല തരക്കേടുള്ള മെച്ചപ്പെട്ട് പോയൊരു മനുഷ്യൻ അപ്പോൾ അയാളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് അയാളെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ പോയിട്ടും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഞാൻ നിർത്തി ആ ഒരു വർത്താനം കേൾക്കുക. തുടങ്ങുമ്പോൾ ഭയങ്കര സെറ്റപ്പ് തുടങ്ങും. അതാണ് ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് ചെറിയ തോതിൽ ഇങ്ങനെ തുടങ്ങി വന്ന് വലിയവർക്ക് അവർ നന്നായിട്ട് നോക്കിയിട്ട് നല്ല സെറ്റപ്പിൽ ഇപ്പോഴും തുടരുന്നവരുണ്ട്. ഞാനൊക്കെ പറഞ്ഞാൽ ആലോചിക്കുക 2005-2006 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. പക്ഷേ അതിന് മുന്നേ ഉണ്ട് തറവാട്ടിൽ. അന്ന് നമുക്ക് അതിനെ പറ്റി അറിയാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇനി പിന്നെയാണ് സ്വന്തമായിട്ട് ഈ സമയം തുടങ്ങി. അപ്പോൾ എത്രത്തോളം വർഷമായി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അയച്ചു വിടാൻ സൗകര്യമുള്ള നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ ഒരുപാടെണ്ണം കൂട്ടണ്ട, നമുക്ക് മറ്റ് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സ്ലോ ആക്കി വെച്ച്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൂട്ടാൻ കൂട്ടാം. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല തോതിൽ കൂട്ടാൻ പോവുകയാണ്, എണ്ണം വളരെ കൂട്ടാൻ പോവുകയാണ്.
അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാരസ്റ്റോക്കിനെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും കോഴിനെ വേണമെന്ന് പറയുമ്പോൾ ആ കോഴി കുഞ്ഞുങ്ങളുടെ പാരൻസിനെ മാത്രം കാണിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഈ പാരസ്റ്റോക്കിനെ കാണിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമാണ്. എന്താ പറയുക, അന്ധവിശ്വാസമായിട്ട് അങ്ങനെ പറയല്ല. ഈ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ കുറേ പാരസ്റ്റോക്ക് കോഴികളെ കാണിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നല്ല കോഴികൾ അത് ഇതൊക്കെ പറയും. അത് ഏതെങ്കിലും നാക്ക് പിഴയുണ്ടാവും. അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ പറയല്ല. ഏതെങ്കിലും നാക്ക് കുറച്ച് കട്ടിയുള്ള ആളുണ്ടാവും. അവർ പറഞ്ഞപ്പം ഈ കോഴികളൊക്കെ ചത്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അവരടിക്ക് മെനക്കെടണ്ട. നമ്മൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെയുള്ള കുറച്ച് പാരസ്റ്റോക്കുകൾ നമ്മൾ കാണിക്കും. ആരാണോ വേണ്ടത് കോഴി കുഞ്ഞുങ്ങളെ കാണിക്കാൻ വരുന്നവർ അവർക്ക് അതിൻ്റെ ആ പാരസ്റ്റോക്കുകളെയും കൂടെ കോഴികളെ നമ്മൾ കാണിച്ചു കൊടുക്കും. അത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മെച്ചപ്പെടാൻ കഴിയും കേട്ടോ. അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുള്ളവർക്ക് ഭയങ്കര നല്ല കാര്യമാണിത്. ഏറ്റവും ബെറ്ററായിട്ട് അയച്ചിടാൻ പറ്റുന്നവർക്ക് അയച്ചിട്ടാൽ ഇങ്ങനെ ഫെൻസിങ് പോട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതായത് ഈ കോഴിക്കൂടൊക്കെ ഇരുമ്പിൻ്റെ ഒക്കെ വാങ്ങി ലക്ഷങ്ങൾ കളയേണ്ട ഒരു ആവശ്യമില്ല. ഈ 50,000 കൂടുണ്ടാക്കിയിട്ടും ഒരു 10-20,000 രൂപ കോഴിനെ വാങ്ങിയിട്ടും ആ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഒരു 60% പൈസ ഉണ്ടെങ്കിൽ അവനത് ചുറ്റുവട്ടത്ത് ഫെൻസിങ് ഇടുക, അവനത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് തമിഴ്നാട്ടുകാരെ പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ അല്ല. എന്താ വെച്ചാൽ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 50 കോഴിയുള്ളവനൊക്കെ 35,000 രൂപയ്ക്ക് മാസം വരുമാനം കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ റിലേറ്റീവ്സ് തമിഴ്നാട്ടിലുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പം അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ മാതിരി വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെ അവിടെ ഞാൻ പോയി നോക്കി കണ്ടിട്ടുമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെയുള്ള വീഡിയോ നമ്മളെന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോഴെല്ലാം കുറച്ച് ഇനിയിപ്പോൾ മാസം ഈ വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യം വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ മാറാനുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമുക്കത് ഇങ്ങനെ ഒരു വെറുതെ ഒരു ഇതിൽ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കാര്യം വേണ്ടേ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് എന്താ മെയിൻ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് തനത് നാടൻ ബ്രീഡ് നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഈ ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കോഴി വളർത്തുമ്പോൾ ഇതുപോലത്തെ ഈ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പറഞ്ഞ ഒരു വസന്തം ഉണ്ടായിട്ട് അങ്ങനെ കുറേ കോഴികൾ ചത്തിട്ടുണ്ട്. അതേ മുട്ടക്കോഴിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നഷ്ടം ഉണ്ടായിരുന്നു. എനിക്കൊരു 27 എനിക്ക് നല്ല കിഡെല്ലാം കരിയില ടൈപ്പുള്ളൊക്കെ പാരസ്റ്റോക്ക് കോഴികളൊക്കെ അങ്ങനെ ഒരു വലിയ കുഴി കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാതാ. ഇപ്പോൾ ഇവിടെ കാടായി പോയിട്ടാണ്. ഈ ഭാഗം കാണുന്നുണ്ട് വിചാരിക്കുന്നു, കണ്ടില്ലേ? ഈ ഭാഗം കൂട് വെച്ച അവിടെയാണ്. ഈ ഭാഗത്ത് കൂടെ ഫുള്ളിതാ ഇവിടെ മുഴുവൻ കുഴിച്ചിട്ടതാണ്. ഒരു 5 വർഷത്തോ മുമ്പ് അങ്ങനെയായിരുന്നു. നമ്മളവിടെ ഫുള്ള് കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ നമ്മളെ കോഴികളൊക്കെ. പിന്നെ അതായത് വേറെ ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങനെ കുറേ. അതിങ്ങനെ വലുത് കേട്ടോ. കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഒരു 10-250 മേലെ കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ ഒഴിവാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം മെച്ചപ്പെട്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 തള്ളക്കോഴീനെയും കുറച്ച് കുഞ്ഞുങ്ങളെയും സെപ്പറേറ്റ് മാറ്റി വേറൊരു കൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ സൗകര്യമായിട്ട് അപ്പുറത്തേക്ക് വെറുതെ മാറ്റിയിട്ടാണ്. അവരാണ് അസുഖമല്ലാതെ നമുക്ക് കിട്ടിയത്, കഴിച്ചിലായി കിട്ടിയത്. എന്താ വെച്ചാൽ നമ്മൾ ഈ മുട്ടക്കോഴി കൊണ്ടുവന്നിട്ട് നമ്മൾ പെട്ടുപോയത്. മുട്ടക്കോഴികൾക്ക് അസുഖം വരും, പെട്ടെന്ന് അവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണ്. ഈ മുട്ടക്കോഴിയില്ല നമുക്കൊരു കുഴപ്പമില്ല. ഇനി ഇത്രത്തോളം വർഷം നമ്മൾ കോഴിനെ വളർത്തിയിട്ട് നമുക്കൊരു വസന്ത പറഞ്ഞൊരു അസുഖം വന്നിട്ടില്ല. മുട്ടക്കോഴിനെ കൊണ്ടുവന്നപ്പം ഉണ്ടായി. പക്ഷേ മുട്ടക്കോഴി വസന്ത അസുഖങ്ങളും കാര്യം വരാതെ ഇങ്ങനെ കറക്റ്റ് വാക്സിനേഷൻ ചെയ്താൽ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് എന്താ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ധാരണയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുട്ടക്കോഴിൻ്റെ പരിപാടി സ്റ്റോപ്പ് ചെയ്ത്. ഇനി മുട്ടക്കോഴി അങ്ങനത്തെ ലവൻകോഴികളെ നമ്മളിവിടെ കൊണ്ടുവന്ന് വളർത്തില്ല. നാടൻ കോഴി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കോഴിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ, പോകാനല്ല പെട. അപ്പോൾ അവരെ മുട്ട നമുക്ക് കൃത്യം മനസ്സിലാക്കുകയും ചെയ്യും. മുട്ട എടുത്ത് നമ്മളെ വിൽക്കാനും കഴിക്കാനൊക്കെ നമ്മൾ എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴിയിൽ നിന്ന് വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു 10 പാരസ്റ്റോക്ക് പെടകോഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറേ കോഴികളുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റായിട്ട് എന്താ പറയുക ബാച്ച് അതൊരു 10 ഉണ്ടെങ്കിൽ ഒരു 6 ഒപ്പര അട വെക്കുക, ഒരു 4 പിന്നീട് എന്നുള്ള മട്ടിൽ. അതായത് ഒക്കെ പൊരുത്തിക്കോട്ടെ കുഴപ്പമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കൂടെ അതായത് ഒരു 10-15 മുട്ട ഉണ്ടെങ്കിൽ അതായത് ഒരു 8 കോഴി പൊരുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-4 കോഴികളെ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊപ്പം വിടണം സെപ്പറേറ്റ് കൂട്ടിലിട്ടിട്ട്. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 കോഴികളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പുറത്തുണ്ടാവും. അപ്പോൾ അവർ മുട്ടിട്ട് പൊരുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതാവുകയും ചെയ്യും. ഈ ബാക്കിയുള്ള 5 കോഴിനെ പുറത്ത് വിടുക, വേറെ 5 ഉള്ളിലേക്ക് മക്കളെ കയറ്റുക. അപ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞുങ്ങൾ വെക്കാനാവും, അപ്പോഴത്തേക്കും ഒരു മുട്ടടാനാവും. അങ്ങനെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ തന്നെ ഒരു 18 അതായത് 3 ആഴ്ച അല്ല 2.5 ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു 15-16 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ തള്ളക്കോഴീനെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ
കുഞ്ഞുങ്ങളെടുത്തുനിന്ന് പുറത്തേക്ക് വിടും. അങ്ങനെ ചെയ്യുക. അപ്പോൾ പൂവന്മാരുള്ളതുകൊണ്ട്, അതായത് ഒരു പൂവനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു 2-3 പൂവൻ പോകണം. അതാകുമ്പോൾ മത്സരിക്കും കൊത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ മുട്ടയിടാനുള്ള ഈ ഇത് കൂടും, ടെൻഡൻസി കൂടുന്നതല്ല, പൂവന്മാരുടെ എണ്ണം കൂടുമ്പോൾ ഈ മുട്ടയിടാനുള്ള, അതായത് ഈ കോഴികളെ വേഗം ഓടിച്ച് പൂവന്മാർ വേഗം ക്രോസിങ്ങിന് നോക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുട്ടയിടാനുള്ള ആ ഒരു ഇത് വളരെ കൂടുക ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇവരെന്ത് ചെയ്യും, മുട്ടയിടും. അതാണ് ഏറ്റവും മെച്ചമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവർ പെട്ടെന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമാണല്ലോ. അതായത് ഈ മുട്ടയിട്ട് കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കി ഒരു 3 മാസം 2 മാസം വളർത്തുമ്പോഴത്തേക്കും ഇപ്പോൾ വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ കുറച്ച് മാത്രമേ കിട്ടൂ. 2 കൂട്ടുമ്പോൾ ഒരു 5 തവണയെങ്കിലും നമുക്ക് വർഷത്തിൽ കോഴിനെ കൊണ്ട് നമുക്ക് മുട്ടയിട്ട് വിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 17 ദിവസം കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ 25 ദിവസം ആകുമ്പോഴത്തേക്കും, ഒരു മാസം ആകുമ്പോഴത്തേക്കും കോഴി മുട്ടയിട്ട് തുടങ്ങും. അത് ബെറ്റർ. ഒരു 8-9 ദിവസം മതി കോഴിക്ക് ക്രോസിങ് തുടങ്ങിയിട്ട് മുട്ടയിടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയം തൊട്ട് എന്ത് ചെയ്യും, ഇവർ മുട്ടയിടാനുള്ള ഇത് വരികയും ചെയ്യും. ഈ കുഞ്ഞുങ്ങൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും കോഴിയെടുത്ത് പൊരുതാനാവും. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു 7 തവണയ്ക്ക് മേലെ നമുക്ക് കോഴികളെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. അത് ഏറ്റവും ബെറ്ററായിട്ട് കാര്യം. എന്ന് വെച്ചാൽ കോഴി പൊരുതാതിരിക്കുകയൊന്നുമില്ല കേട്ടോ, അത് കറക്റ്റായിട്ട് പൊരുത് തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ബ്രീഡിങ്ങിൻ്റെ ആ ഒരു ടൈം നമുക്ക് കൂട്ടാൻ പറ്റും, പൊരുത്തി കുഞ്ഞുങ്ങളെണ്ണം. അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ 10 എണ്ണത്തേക്ക് വരാം, 100 ഉണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഒരു 50 എണ്ണം പുറത്തും 50 എണ്ണം അകത്തും, അതേക്കും കൃത്യമായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈ കോഴികളുടെ എന്താ പറയുക, ഈ പുറത്തു കൂടെ ഇറങ്ങിയെടുക്കുന്ന എണ്ണം കുറയുകയും ചെയ്യും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കോഴികൾ അത്യാവശ്യം എണ്ണം കൂട്ടലുണ്ടാവുകയും ചെയ്യും. ഞാനങ്ങനെ കേട്ടോ ചെയ്യുക. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 കോഴിനൊപ്പം ഇട വെക്കും. അതിനകത്ത് എന്ത് ചെയ്യും, 10 എണ്ണം കഴിഞ്ഞാൽ ഒരു 10-15 കോഴി പുറത്തുണ്ടാവും. അപ്പോൾ ഈ 10 എണ്ണത്തിന് അട വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മക്കളെ കണക്കാക്കി ഒരു 6-7 എണ്ണത്തിനപ്പുറം മക്കളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് വിടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയും ഈ എൻ്റെ കോഴി ആദ്യം ഒന്ന് പൊരുതി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് സമയത്താണ് പൊരുതെന്ന് പറയും. ആ ഒരു കാൽക്കുലേഷൻ റെഡിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികൾ, അതായത് പൊരുതിക്കോട്ടെ, ഒരു ഫസ്റ്റ് നമുക്ക് ക്ലിയർ ആയി വന്നില്ല. ഈ കോഴികൾ പൊരുതി കഴിയുമ്പോൾ, അതായത് ഒരു ടൈമിൽ ഇവർ പൊരുതും. അപ്പോൾ പൊരുതി കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യം മനസ്സിലാക്കണ്ടോ, ഒരു കോഴി പൊരുതി ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടേക്ക് അടുത്ത് പൊരുതുക. അപ്പോൾ പൊരുതിക്കോട്ടെ, കുഴപ്പമില്ല. ഈ കുഞ്ഞുങ്ങളെ, അതായത് അടുത്ത ബാച്ചിലേക്ക് വരുമ്പോൾ ഇവർ ഏകദേശം ഒരേ സമയത്ത് മുട്ടയിട്ട് പൊരുതാൻ എന്താ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റത്തെ ഒരു കോഴി ഇപ്പോൾ പൊരുതി, അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത്, അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത്, അത് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു 4ാമത്തെ കോഴി എത്തുമ്പോഴത്തേക്കും ഒരു മാസം ഗ്യാപ്പ് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റുള്ള കോഴിനെ കോഴിക്കുഞ്ഞുങ്ങളടുത്ത് നിന്ന് ഒഴിവാക്കരുത്. കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ തന്നെ തള്ളക്കോഴികളിടുക. 10 എണ്ണത്തിനും 10 കൂട്ടിലാക്കിയിട്ട് അങ്ങനെ ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവരൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അതായത് മറ്റേ കോഴിക്കുഞ്ഞ് വിരിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റത്തെ കോഴി വിരിയുമ്പോഴത്തേക്കും. അപ്പോൾ ഫസ്റ്റത്തെ കോഴി എന്ത് ചെയ്യും, അപ്പോഴത്തേക്കും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 2 മാസം ബ്രേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 മാസമൊക്കെ തള്ളക്കോഴിനും കുഞ്ഞുങ്ങളെ ഒപ്പരിടുക. അപ്പോൾ കോഴിൻ്റെ പൊരുത്ത് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് വിരിയുമ്പോഴത്തേക്കും അത് ആ കോഴി 15 ദിവസമാകും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ആ കോഴി 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ 2.5 മാസം ഉണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങളെ കൂടെ കിടക്കുമ്പോൾ കോഴി മുട്ടടാൻ ടെൻഡൻസി കാണിക്കില്ല, പൊരുതായിരിക്കുന്നവ. അന്നേരം എന്ത് ചെയ്യുക, ഈ കോഴികളൊക്കെ ഒപ്പരട് പുറത്തേക്ക് ഒഴിവാക്കുക. ഈ പറ്റ കുഞ്ഞുങ്ങളെ പുരട്ടിടാക്കുക. 10 എണ്ണത്തിൽ ഒരു 6 എണ്ണത്തിനോട് ഒപ്പരം ഒഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഒപ്പരം പുറത്ത് വരുമ്പോൾ പൂവന്മാരുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് ചേകലടിക്കുമ്പോൾ ഈ 6 കോഴികൾ ഏകദേശം ഒരേ സമയത്തേക്ക് മുട്ടയിടുക. പിന്നെ അടുത്ത പ്രാവശ്യം പൊരുതുമ്പോഴത്തേക്കും ഇവരൊപ്പരം തന്നെ പൊരുതുകയും ഒപ്പരം തന്നെ വിരിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഓരോ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പാണ്, ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് കോഴികളെ വിരിച്ചെടുക്കാൻ പറ്റും ഒരേ സമയത്ത് തന്നെ. അതാകുമ്പോൾ സുഖമാണ്. എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു 10-60-70 മക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് കൊടുക്കുക. അത് കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഇവർ പൊരുതി വിരിയാനായിട്ടുണ്ടാവും. ചില ബാച്ചിൽ വിരിഞ്ഞ് വന്നിട്ടും ഉണ്ടാവും. അതായത് ചില ബാച്ച് മുട്ടട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, ഒരു ബാച്ച് മക്കളായിട്ട് നിൽക്കുന്നുണ്ടാവും, ഒരു ബാച്ച് മക്കളെ വിൽക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ഇങ്ങനെ കറക്റ്റ് വരും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് കേട്ടോ, ഈ കോഴികളെ കാര്യങ്ങളൊക്കെ പൊരുത ഒപ്പരം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ കാര്യം ചെയ്യണം. ഫെൻസിങ് പോട്ടിട്ട് സൗകര്യമുള്ളവർ വെറുതെ കൂടും അതും കോഴിയും വാങ്ങി പൈസ മുടക്കാൻ നല്ലൊരു 10 കോഴിനെ വാങ്ങി ചുറ്റുവട്ടത്ത് നമ്മളെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളർത്തുക. അതൊക്കെ ബെറ്റർ. അതാകുമ്പോൾ അതിനകത്ത് പുല്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കുക. ചെറിയ മരങ്ങളൊക്കെ വെച്ചെടുക്കുക. കണ്ടില്ല ബാക്കിൽ ഇതുപോലത്തെ ചെറിയ കുറ്റിക്കാട് പോലത്തെ മരങ്ങൾ ഓരോ സൈഡിലേക്ക് വെച്ചെടുക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ തറവാട് സ്ഥലമുണ്ട്. അപ്പം അത് നമ്മൾ ഫെൻസിങ് പോട്ട് ചെയ്യും. ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും, എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ അത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ മരുന്ന് പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ ചെറിയ മരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വാഴ വെക്കുകയും ഏറ്റവും നന്നാവുക. 1-2 വാഴയും 3-4 വാഴ, 10 സെൻറ്റ് സ്ഥലം കണ്ട് 5-10 വാഴയും വെക്കുക.
ഇതുപോലത്തെ ഒരു മീഡിയം ടൈപ്പ് കുറ്റിക്കാട് പോലത്തെ ചെടികളൊക്കെ ഉണ്ടാവില്ലേ, പ്ലാന്റ് അങ്ങനത്തെ വെച്ചെടുക്കുക. നമുക്ക് കോഴികൾക്ക് ഇല കുത്തുകയും ചെയ്യാം, തണലിനടിയിൽ പോവുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പല ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പം നമ്മൾ കോഴി വളർത്തൽ സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ട് ഏകദേശം എങ്ങനെയാണെന്നുള്ളവരെ പറഞ്ഞു. പിന്നെ കൂടുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കൂടേക്കാൾ നല്ലത് മരക്കൂടാണ്. അത് ഞാൻ സജഷൻ ചെയ്യണേ. ഇരുമ്പ് കൂട് നല്ലതല്ല എന്നല്ല പറയുന്നത്, മരക്കൂടാകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഇതുണ്ടാവും, ചൂടും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടി നെറ്റാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പലക ഉണ്ടെങ്കിൽ പലക. അതപ്പോൾ പലക ഉണ്ടാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ബാച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നെറ്റാകുമ്പോൾ ആ പ്രശ്നമല്ല, നെറ്റാകുമ്പോൾ അടിയിലേക്ക് കഷ്ടം പോണ്, അത് മാറ്റി കൊടുത്താൽ മതി. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരെ എത്തിയിട്ടുള്ളത്, നാടൻ കോഴി വളർത്തിയിട്ട്. അപ്പം നമ്മുടെ കോഴി കയ്യിലുള്ളത് നമ്മൾ പ്രത്യേകം പറയും, ഇങ്ങനെ ഒരു കരികിലാന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഭാഗത്ത് ചിലപ്പോൾ 60 കോഴി എന്നേക്കും പറയാം, ചിലടത്ത് നമ്മൾ വിശറി വാലെന്നും പറയും, ചിലടത്ത് തിത്തിരി കോഴി എന്നും പറയും. അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ കരികില കോഴി എന്ന് പറയുന്നത് തന്നെയാണ് ഈ വിശറി വാലൻ കോഴി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു 80% ഉണ്ട്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മളിവിടെ എങ്ങനെ പറഞ്ഞില്ലേ, ഈ ചില പ്രത്യേകത, അതായത് ഈ മെലിഞ്ഞ ശരീരം അതുപോലെ തന്നെ കാട്ടുകോഴിൻ്റെയൊക്കെ മാതിരി വാലൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്. അതാണ് ഇവരെ മെയിനായിട്ട് പ്രത്യേകം. ഈ 60 കോഴിനെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ 60 കോഴിക്ക് ഞാൻ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള 60 കോഴി ഒന്ന് തടിച്ചു ഉരുണ്ടിട്ടാണ് ഉണ്ടാവുക. തൂക്കങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ സ്ലിം ആയിരിക്കില്ല, അതാണ് മാറ്റമുള്ളത്. പിന്നെ 90 കോഴി പറയണ്ടല്ലോ, 90 കോഴി 60 കോഴിക്ക് സെയിം ആണ്. ഇച്ചിരി വലിപ്പം കൂടുതൽ ഇച്ചിരി കുറയുന്നു, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പാലക്കാടൻ കോഴി വേഗം മനസ്സിലാവും, അങ്കക്കോഴിൻ്റെ വേറെ വകഭേദം. അത് ചിലപ്പോൾ ഈ നാടൻ കോഴി 60 കോഴിനെ പാലക്കാടുള്ള നമ്മളെ ക്രോസ് കോഴി അങ്കക്കോഴിയായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതെങ്കിലും ആയിരിക്കും. അതിനെപ്പറ്റി നമുക്കറിയില്ല. നമുക്ക് നമ്മളെ കയ്യിലുള്ള കറക്റ്റ് ബ്രീഡ് ഏതാണോ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ഇനിയിപ്പോൾ ആരതിനെപ്പറ്റി പറഞ്ഞ് നമ്മളോട് മത്സരിക്കാൻ നിൽക്കണ്ട. അതങ്ങനെ ഒരു ബ്രാൻഡില്ല, ഇല്ലാത്തവർക്ക് ഇല്ലയെന്ന് വേണ്ട, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാടൻ കോഴിയല്ലേ, അങ്ങനെ കണക്കാക്കിയാൽ മതി. 60 കോഴിയെങ്കിലും എങ്ങനെയൊക്കെ കണക്കാക്കിയാൽ മതി. പക്ഷേ നമ്മളെ ഈ അച്ഛമ്മ പറഞ്ഞ നമ്മളെ കണക്ക് പ്രകാരമൊക്കെയാണ് നമ്മൾ ഇതിങ്ങനെ കരിയില കോഴി തന്നെ. അവർക്കറിയാം പണ്ട് കരിയില കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തെ. പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനെ തലമുറ പോകുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. 60 കോഴി കരിൻ്റെലുണ്ട്. അതായത് 60 കോഴിയായിട്ട് കരികിലെ ക്രോസ് ചെയ്തിട്ട് 60 കരികിലും കൂടെ വരും. അങ്ങനെ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് ഈ നമ്മൾ മുട്ടക്കോഴിയായിട്ട് ക്രോസ് ആവാതെ നോക്കിയാൽ മാത്രം മതി. ഇവർ ഈ നാടൻ കോഴിയായിട്ട് കൂടുമ്പോൾ ഈ നെക്കിനെ സാധാ കോഴിനെ ക്രോസ് ചെയ്യില്ല, അതുപോലെ തന്നെ കണക്കാക്കിയാൽ മതി. ഈ 60 കോഴിയും കരികിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറേണം 60 വരും, കുറേണം കരികിലും വരും, അങ്ങനെ വരുള്ളൂ. അല്ലാതെ കരികിൽ രണ്ടും കൂടി മിക്സായിട്ട് അങ്ങനെ വരില്ല. പറയുമ്പോൾ മിക്സാണ്, പക്ഷേ രൂപത്തിൽ അങ്ങനെ വരില്ല. പൂവന്മാരൊക്കെ കറക്റ്റ് വരും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പൂവൻ്റെ കരികിലൊക്കെ വേണ്ടി. അപ്പോൾ എന്താ വെച്ചാൽ അതെങ്ങനെ വന്നതാണ്, 60 കോഴിക്ക് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് രണ്ടും. ഒന്ന് 60ലേക്കും പോയി, ഒന്ന് കരികിലേക്കും വന്നു, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ടീഷനായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റു കോഴികൾ പറക്കുന്നതിനെക്കാട്ട് കണ്ടീഷനായിട്ട് ഇവർ പറക്കും, അത് ഉറപ്പാണ്. എന്താ പറയുക, നന്നായിട്ട് പറക്കും. ഈ നമ്മൾ ഈ കുയിൽ, എന്ത് കുയിൽ പറയുക, നമ്മളീ ഭാഗത്തൊക്കെ ഇങ്ങനെ മതിൽ ചാടി പിന്നെ ഒരു കിളിയുണ്ട്, ആ കിളീൻ്റെ മാതിരി തന്നെയാണ്. കുറച്ചായിട്ട് പറക്കും, കുറച്ച് നിലത്ത് ചാടിക്കും, കുറച്ച് പറക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇതാണ് മെയിൻ. ഇവർ നല്ല പറക്കലാണ്. മരത്തിൻ്റെ ടോപ്പിലൊരു ഒറ്റയടിക്ക് പറന്നായിട്ട് കയറും, അതേമാതിരി ഇറങ്ങുകയും ചെയ്യും. ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പറന്ന് മരത്തിൽ കയറുന്നതും അതുപോലെ തന്നെ എങ്ങനെ പറന്ന് ഇറങ്ങണം എന്നുള്ളത്. ഈ പരുന്തൊക്കെ ഇറങ്ങണ മാതിരിയാണ് ഇറങ്ങുന്നത്. മറ്റെന്തൊക്കെ പിടിക്കാൻ ഭയങ്കര പാടേക്ക് വരും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ മറ്റു കോഴികളെ വെച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു കോഴി പറക്കൂല എന്നല്ല കേട്ടോ പറയുന്നത്, അവരെക്കാൾ ഇരട്ടി പറക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കരികില കോഴീൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമ്മളെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇത്രത്തോളം ആയിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പം നേരം വന്നുള്ളൂ, അത് കൊടുക്കണമെന്നൊന്നും പറയില്ല. നമ്മളിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എന്താ പറയുക, പണ്ടത്തെ മാതിരി ഈ വാഴക്കപ്പൊടിയൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലല്ലോ ലാക്ടോജൻ, സിർലാക്ക് ഇതൊക്കെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടി മാറുന്നുണ്ടോ, കുട്ടി നമ്മളെ കുട്ടി തന്നെയല്ലേ, അല്ലാതെ കുട്ടി വേറെ അമേരിക്കയിലെ ആ കമ്പനീൻ്റെ കുട്ടിയാകുന്നില്ലല്ലോ. അത്രമാത്രം കണക്കാക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വളർച്ച കൂടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ പണ്ട് വാക്സിനേഷൻ കൊടുക്കേണ്ടില്ല, ഇനി രോഗങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ രോഗങ്ങൾ കണ്ടമാനം, മനുഷ്യനും കണ്ടമാനം രോഗങ്ങൾ. അതുകൊണ്ട് എന്തൊക്കെ അടിച്ച് കയറ്റുന്ന അറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസപ്രദമായിട്ടുള്ള രോഗങ്ങൾക്കല്ല, വിശ്വാസപ്രദമായിട്ടുള്ള അസുഖം, അതായത് മരുന്നും കാര്യങ്ങളൊക്കെ കോഴികൾക്ക് വാങ്ങിക്കൊടുക്കുക. ഏറ്റവും നല്ല മൃഗാശുപത്രി ഉണ്ടില്ലേ, ഈ മൃഗാശുപത്രിയും കാര്യങ്ങളൊക്കെ ഇതിനാണല്ലോ, മരുന്ന് കോഴികൾക്ക് അസുഖം വരും വാങ്ങിക്കൊടുക്കാൻ. അവിടെയൊക്കെ പോയിട്ട് അന്വേഷിക്കുക, വാങ്ങിക്കൊടുക്കുക ചെയ്യുക. അപ്പം നമുക്ക് പറ്റുന്ന മരുന്ന് നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മളൊരുപാട് നാടൻ ചികിത്സ ചെയ്യുക, ഇംഗ്ലീഷ് മരുന്ന് കുറച്ചാണ്. മാരകമായിട്ടുള്ള വലിയ രോഗങ്ങൾ വന്നാലേ ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെയൊക്കെയാണ് വളർത്തി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കോഴി വളർത്തി കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഫുള്ള് കാടായിപ്പോയി, നടക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാടോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്തൽ നന്നായിട്ട് വിജയിക്കാൻ പറ്റും, 100% ഉറപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വരുന്നതിനെക്കാട്ടും മുന്നേ ചികിത്സിക്കാൻ വളരെ ശ്രമിക്കണം. അതായത് ഓരോ മാസങ്ങളുണ്ട്. ഇനി നമ്മൾ അങ്ങനെ ഒരു സീരിയസ് വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ട്.
അത് സീരിയസ് വീഡിയോ അല്ല, അത് സീരിയസ് വീഡിയോ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മാസം, അത് എത്ര മാസം കൂടുമ്പോൾ, അതായത് ഈ വേനൽ മാറി മഴയിലേക്ക് വരുമ്പോഴും മഴ മാറി വേനലിലേക്ക് വരുമ്പോഴാണ് കോഴികൾക്ക് മാരകം, അതായത് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാറി വേനലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പെട്ടെന്ന് ഈ വസന്തം പോലത്തെ ഭയങ്കര അസുഖം ഉണ്ടാകും. അപ്പോൾ അതിന് ഈ മരുന്നും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതും ഓരോ മാസത്തിൽ എന്തൊക്കെ മരുന്ന് കൊടുക്കണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മഴയൊന്ന് മാറി വേനലേക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ, ആ സമയം തൊട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ ആരും നിർബന്ധിക്കുന്നില്ല, കോഴി വളർത്താൻ അത്യാവശ്യം താല്പര്യമുള്ളവർക്കും എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുകയും ചെയ്യാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാനുമില്ല. നമ്മളിവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അടിയിൽ കൊടുത്താൽ മതി. നമ്മളത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.